ഓക്കെ, സുഖല്ലേ എല്ലാവർക്കും? ഓക്കെ, ഫൈൻ. മഴയൊക്കെ ഉണ്ടോ? മെഡിറ്റേഷന്റെ ഇടയിൽ ഇങ്ങനെ ഓൺ ആകുന്ന എല്ലാരും ഡിസ്റ്റർബ് ചെയ്ത്. അത് അങ്ങനെ നമ്മൾ ഓഫ് ആക്കലുണ്ട്, അൺമ്യൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടാവാറില്ല നോർമലി. പിന്നെ അതെങ്ങനെയാ സംഭവിക്കുന്നതെന്നൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഇതിപ്പോ എന്തോ ഓണായി, അവരുടെ വീട്ടിലെല്ലാ വർത്താനം 22 ആളും മെഡിറ്റേഷനെ ഡിസ്റ്റർബ് ആണ്. ഓക്കെ, ആരാണ് അൺമ്യൂട്ട് ചെയ്യുന്നത്? നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ പറയാം കേട്ടോ, പേഴ്സണലായിട്ട് പറയാം, നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം അത്. കാരണം നമ്മളിപ്പോ ഒരുപാട് തവണ വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ സൂമിൽ ജോയിൻ ചെയ്യാൻ ഫസ്റ്റ് തന്നെ നമുക്ക് ചോദിക്കും വീഡിയോ ഓഫ് ചെയ്യണോ, മൈക്ക് ഓഫ് ചെയ്യണോ എന്നുള്ളത്. നിങ്ങൾ ആ ഓപ്ഷൻ എന്ത് ചെയ്യുക, മാക്സിമം ഓഫ് ആക്കിയിട്ട് തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി ആരാന്നുള്ളത് നിങ്ങൾക്ക് ആരെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ ഇന്ന് നല്ല മഴയാണ്. കുറച്ച് ദിവസം മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടോ? ഇന്നലെ നൈറ്റ് തുടങ്ങിയതാ. അവിടെയൊക്കെ എങ്ങനെയാ മഴ? മഴ എല്ലായിടത്തും ഉണ്ട് അല്ലേ? മഴയുണ്ട്. യെസ്, ഓക്കെ. അപ്പം ഇന്ന് നമുക്ക് സേഫ് സാർ സെഷൻ ആണ് വരുന്നത്. അറിയാം നിങ്ങൾക്ക്, ലോ ഓഫ് അട്രാക്ഷൻ ആണ്. ഓക്കെ, ഞാനൊന്ന് സാറിനൊന്ന് കണക്ട് ചെയ്യട്ടെ കേട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഓക്കെ, ബോറടിച്ചപ്പോ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴേക്ക് എവിടെ പോയി മഷീർ സാറൊക്കെ? ഓക്കെ, അപ്പം നമുക്ക് എന്നാ ഇനി സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്ക് സേഫ് സാറ സെഷൻ ആണ്. അപ്പം ഇന്നത്തെ ഒരു ലോ ഓഫ് അട്രാക്ഷന്റെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ സേഫ് സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. സർ പ്ലീസ് വെൽക്കം. Thank you. Good morning. Morning, sir. എൻ്റെ വോയിസ് പുള്ളി ഹെൽത്ത് ഇങ്ങനെ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം അതിൻ്റെതായിട്ടുള്ള ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇനിവേ നിങ്ങൾക്ക് ഏതെങ്കിലും സെഷനിൽ ആരെങ്കിലും ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന സബ്ജക്റ്റിനെ കുറിച്ചിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഏതെങ്കിലും ട്രെയിനറുടെ ക്ലാസ്സിലോ ഇതിനു മുമ്പ് ആരെങ്കിലും പഠിപ്പിച്ചു തന്നിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ടോ മണിസ? മുമ്പ് ക്ലാസ്സുകളിൽ ഇങ്ങനെ പറയാറുണ്ട് ഇതിനെ പറ്റിയിട്ട്, ഇമോഷണൽ ഇന്റലിജൻസിനെ പറ്റിയിട്ടൊക്കെ.
എന്താണ് നിങ്ങൾക്ക് അറിയുന്ന ഇമോഷണൽ ഇന്റലിജൻസ്? EQ. EQ എന്താണ്? EQ എന്താണ്? EQ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവന്റെ വിഷമം നമ്മളെ വിഷമമായിട്ട് വരുമ്പോഴുള്ള അവന്റെ ചെരുപ്പുമ്മ കയറി നിൽക്കുക എന്നാ പറയാ. അപ്പോഴാ നമുക്ക് ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഒരു പാർട്ടാണ് അല്ലെ എമ്പതി. എമ്പതി എന്നുള്ള സംഭവങ്ങളാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. വേറെ ഏതെങ്കിലും നമ്മള് ഇന്റർവ്യൂലൊക്കെ ഒരു സാഹചര്യം കൊടുത്തിട്ട് നമ്മൾ അതിനോട് എങ്ങനെയാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് അത് അവര് ചെക്ക് ചെയ്യാറുണ്ട്. സിറ്റുവേഷൻസ് നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ നമ്മുടെ കപ്പാസിറ്റി ഇമോഷണൽ ഇന്റലിജൻസ് ആയിട്ട് ബന്ധപ്പെട്ട പുസ്തകത്തിൽ പഠിച്ചു വായിച്ചതാണ്. ഈ വലിയ കമ്പനി, ടോപ്പ് ടേൺഓവറുള്ള കമ്പനി, മോർ ദൻ ഒരു 5,000 crores ഒക്കെ ഉള്ള കമ്പനി, ഒരു സിഇഒനെ, അപ്പൊ സിഇഒ അക്കാഡമിക്കലി വെൽ ക്വാളിഫൈഡ് ആയിരിക്കും. എന്നാൽ അവര് ഇന്റർവ്യൂ ടീം ഇയാളെ കൂടെ ഒരു 1 hour ഡ്രൈവിന് പോവുക. ആ ഡ്രൈവില് ഇയാളെ മനസ്സിലാക്കും. ഒരു ക്രൈറ്റീരിയ ആണ്. നല്ല ട്രാഫിക് ഉള്ള സ്ഥലത്തൊക്കെ നമ്മൾ അങ്ങനെയാണ് പെരുമാറുന്നത്. അയാൾ എങ്ങനെ പെരുമാറുന്നത്, അയാളെ സിറ്റുവേഷനിൽ അയാൾ എന്താണ് അയാളെ ബിഹേവിയർ. ശരി, നമുക്കിന്ന് സംസാരിക്കാനുള്ള ചാപ്റ്ററാണ് ഇമോഷണൽ ഇന്റലിജൻസ്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കും ഇമോഷണൽ ഇന്റലിജൻസും ലോ ഓഫ് അട്രാക്ഷൻ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടോ? ഇമോഷണൽ ഇന്റലിജൻസ് ലോ ഓഫ് അട്രാക്ഷൻ തമ്മിൽ ബന്ധമുണ്ടോ? ഇമോഷണൽ ഇന്റലിജൻസിന് ഏറ്റവും ചുരുക്കി നമുക്ക് പറയാൻ പറ്റുന്ന സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ഏറ്റവും ചുരുക്കി പറയാം, ദ സ്മാർട്ടസ്റ്റ് സ്കിൽ ഫോർ സക്സസ്. സക്സസിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്മാർട്ടസ്റ്റ് ആയിട്ടുള്ള സ്കിൽ എന്ന് പറയുന്നതാണ് ഇമോഷണൽ ഇന്റലിജൻസ്. എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ വേറെ സിമ്പിൾ കാര്യം പറയാം. നമ്മൾ ഒരു സമയത്ത് നമ്മുടെ ലൈഫിലൊക്കെ കടന്നു ഒരു സംഭവം ഉണ്ടാവും. ഒരു സമയത്ത് ഒരു സാഹചര്യത്തിൽ നമ്മൾ അങ്ങോട്ട് പൊട്ടിത്തെറിയും. പിന്നെ നമുക്ക് ഭയങ്കര റിഗ്രറ്റ് ആയിരിക്കും, വേണ്ടില്ലായിരുന്നു. മക്കളെ ചിലപ്പോൾ നമ്മൾ അടിക്കും, ഭാര്യനോട് ചിലപ്പോൾ നമ്മൾ ദേഷ്യപ്പെടും, ചിലപ്പോൾ അച്ഛനോട് അമ്മയോട് ദേഷ്യപ്പെടും, ചിലപ്പോൾ നമ്മൾ സുഹൃത്തുക്കളോട് ദേഷ്യപ്പെടും. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ, 1 മണിക്കൂറോ 2 മണിക്കൂറോ അല്ലെങ്കിൽ 1 ദിവസം 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര റിഗ്രറ്റ് ആയിരിക്കും. അയ്യോ, ഞാനങ്ങനെ പെരുമാറിപ്പോയല്ലോ, ഞാനങ്ങനെ പെരുമാറിപ്പോയല്ലോ. ക്ലിയർ ആണോ? അതാണ് ഇമോഷണൽ ഇന്റലിജൻസിന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന എക്സാമ്പിൾ. നമ്മളെ IQ എന്ന് പറയുന്നത്, ഇന്റലിജൻസ് കോഷ്യന്റ് എന്ന് പറയുന്നത്, ബുദ്ധിയല്ല നമ്മളെ സക്സസ് ആക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ലൈഫിൽ സക്സസ് ആയിട്ടുള്ള ആളുകളൊക്കെ ബുദ്ധി എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും ഉണ്ട്, കോമൺലി ഉണ്ട്, എല്ലാ ജീവികൾക്കും ഉണ്ട് ബുദ്ധി, മനുഷ്യന്മാർക്ക് മാത്രമല്ല. മനുഷ്യന്മാർക്ക് അതിന്റെ കൂടെ യുക്തിയും കൂടെ ഉണ്ടെന്നതാണ്. ഒരു റോഡ് ക്രോസ് ചെയ്യാനും വേണ്ടിയിട്ട് ചില നായകളെ കണ്ടില്ല, ഇങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കി വണ്ടിന്റെ ഇടയിൽ കൂടെ ഒക്കെ പോകുന്നതിലെ ഭക്ഷണം കഴിക്കുന്നത്, ഇതൊക്കെ ഇവർക്ക് ഭക്ഷണമാണ് കഴിക്കണമെങ്കിൽ ബുദ്ധിമാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഒരാളെ ലൈഫിൽ സക്സസ് ആക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് EQ എന്ന് പറയുന്നത്, ഇമോഷണൽ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ദ എബിലിറ്റി ടു റെക്കഗ്നൈസ്, അണ്ടർസ്റ്റാൻഡ് ആൻഡ് മാനേജ് അവർ ഇമോഷൻ ആൻഡ് ടു റെക്കഗ്നൈസ്, അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇൻഫ്ലുവൻസ് ദ ഇമോഷൻ ഓഫ് അതേഴ്സ്. ഒന്ന് നമുക്ക് നമ്മളുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാനും മാനേജ് ചെയ്യാനും റെക്കഗ്നൈസ് ചെയ്യാനുള്ള കഴിയും. ഞാൻ ഇന്നൊരു ഇമോഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, ഞാനിപ്പോ ദേഷ്യപ്പെടാൻ പോവാണ്, ഞാനിപ്പോ സങ്കടപ്പെടാൻ പോവാണ് എന്നൊക്കെയുള്ള നമ്മുടെ ഒരു റെക്കഗ്നൈസേഷൻ. അതേപോലെ മറ്റൊരാളാണ് ബഷീർ സാർ പറഞ്ഞ, മറ്റൊരാൾ എന്തുകൊണ്ടാണ് അവരങ്ങനെ പെരുമാറിയിരിക്കുന്നത്, എന്തുകൊണ്ടാണ് നമ്മുടെ സ്റ്റാഫുകൾ അങ്ങനെ പെരുമാറിയിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ബോസ് അങ്ങനെ പെരുമാറിയിരിക്കുന്നത്, എന്തുകൊണ്ടാണ് എന്റെ ലീഡർ അങ്ങനെ പെരുമാറുന്നത്, എന്തുകൊണ്ടാണ് എന്റെ ഭാര്യ അങ്ങനെ പെരുമാറിയിരിക്കുന്നത്, എന്തുകൊണ്ടാണ് എന്റെ ഭർത്താവ് അങ്ങനെ പെരുമാറിയിരിക്കുന്നത്, എന്തുകൊണ്ടാണ് എന്റെ മക്കൾ, എന്താ വെച്ചാൽ ഒന്ന് നമുക്ക് നമ്മളെ മനസ്സിലാക്കണം. അതേപോലെ മറ്റൊരാളെ റെക്കഗ്നൈസ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഇൻഫ്ലുവൻസ് ചെയ്യാനും സാധിക്കുമാണ്. അതിന് നമുക്ക് എന്താ പറയാം, ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയാം. ഇതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നേരത്തെ പറഞ്ഞല്ലോ, IQ ഒക്കെ എന്നെക്കാട്ടിലും വർക്ക് പ്ലേസിൽ ഏറ്റവും കൂടുതൽ വേണ്ട സംഭവങ്ങൾ ഇമോഷണൽ ഇന്റലിജൻസ് ആണ്. ഇൻഫ്ലുവൻസ് ലീഡർഷിപ്പ് ഉണ്ടാണെങ്കിൽ ഇമോഷണൽ ഇന്റലിജൻസ് കറക്റ്റ് ആയിരിക്കണം, എനിക്ക് കറക്റ്റ് ആയിരിക്കണം. ടീം വർക്ക് ചെയ്യണമെങ്കിൽ ഇമോഷണൽ ഇന്റലിജൻസ് കറക്റ്റ് ആയിരിക്കണം. സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് IQ ആണ് വേണ്ടത്. നല്ലൊരു സെയിൽസ്മാൻ IQ ആണ് വേണ്ടത്, EQ ആണ് വേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, സെയിൽസിൽ വർക്ക് ചെയ്യാൻ കുറെ ബുദ്ധിയാണോ വേണ്ടത്, അയാൾ കുറെ പ്രോഗ്രാമിങ്ങോ കാര്യങ്ങളോ, അയാൾ വല്ല സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ആള് പോയിട്ട് എടുക്കേണ്ടത് പിന്നെ മാത്തമാറ്റിക്സ് ആണോ പഠിക്കണ്ടേ, അല്ലെങ്കിൽ ഫിസിക്സ് ആണോ പഠിക്കണ്ടേ സെയിൽസിൽ വർക്ക് ചെയ്യാൻ പോകുന്ന ആള്? അല്ല,
അതിന്റെ അപ്പുറത്തേക്ക് അയാൾക്ക് ഉണ്ടായിരുന്നു. ഇപ്പം ഐൻസ്റ്റീനെ കുറിച്ചിട്ട് തന്നെ പറയുകയാണെങ്കിൽ ഐൻസ്റ്റീൻ ഈ 2 സംഭവം ഉണ്ടായിരുന്നു. ഈക്ക് കൂടുതലായിരുന്നു, ഐക്ക് മാത്രമല്ല. ഓക്കെ, ആ പ്രൊഡക്റ്റ് ഒക്കെ കണ്ടുപിടിക്കാനും ആ പ്രൊഡക്റ്റിനെ അയാൾക്ക് ഓണ്ടർപ്രണർഷിപ്പിലേക്ക് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റിയും അതിനനുസരിച്ചുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഈ ലീഡർഷിപ്പും ടീം വർക്ക്, സെയിൽസ്, പേഴ്സണൽ റിലേഷൻഷിപ്പ് എല്ലായിടത്തും ഈ ഇക്യു എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. 5 കാര്യങ്ങളാണ് ഇക്യു എന്ന് പറയുന്നത്. 5 ടൈപ്പ് ഓഫ് ഇക്യു ഉണ്ട്. ഇമോഷണൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 5 ടൈപ്പ് ഓഫ് ഇമോഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അറിയാമെങ്കിൽ അറിയാം അതൊക്കെ ആയിരിക്കും. നമ്മൾ 5 ടൈപ്പ് ഇമോഷണൽ ഏതൊക്കെയായിരിക്കും നിങ്ങൾ ജസ്റ്റ് ഗസ് ചെയ്ത് പറഞ്ഞു നോക്കി. അതിന് നമുക്കൊരു 5 ബുദ്ധിയായിട്ട് കണക്കാക്കാം, അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻസ് ആയിട്ട് കണക്കാക്കാം. ഏതൊക്കെ ആയിരിക്കാം? ഫിയർ. 5 ടൈപ്പ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ട്. 5 ടൈപ്സ്. ഒന്ന് ദേഷ്യം, ഓക്കെ, പിന്നെ ഹാപ്പിനെസ്, സന്തോഷം, ഹാപ്പിനെസ്, പിന്നെ ഫിയർ, ഭയം, സങ്കടം, പിന്നെ നിരാശ. ഇതൊക്കെ ഇമോഷൻസ് ആണ് അല്ലെ? അപ്പൊ നിങ്ങൾ പറഞ്ഞിരിക്കുന്നതൊക്കെ നമ്മുടെ ഇമോഷൻസ് ആണ്, നമുക്ക് ഉണ്ടാകുന്ന ഇമോഷൻസ് ആണ്. ഓക്കെ, ഇമോഷണൽ കോഷ്യന്റ് ഈക്വൽ ഒരാൾക്കുണ്ടോ നമ്മൾ മെഷർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നേരത്തെ സുബ്രഹ്മണ്യൻ സാറ്, ബഷീർ സാറൊക്കെ പറഞ്ഞില്ല, ഇന്റർവ്യൂലൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ. ഓക്കെ, ഇപ്പോ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന ഒരാളൊരു ഇന്ത്യക്കാരനാണ്. ആളറിയാം? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വന്നിട്ടുണ്ടാവും ഒരാളെ ശമ്പളം എത്ര ഉണ്ടാവും? സുന്ദർ പിച്ചയാണോ? അല്ല, സുന്ദർ പിച്ചൈ നല്ല ശമ്പളം മേടിക്കുന്ന ഒരാളാണ്. അതിലേറെ ശമ്പളം മേടിക്കുന്ന വേറെ ഇന്ത്യക്കാരൻ. സിംഗ് ആണ്. ഒരു സിംഗ് ആണ്, പഞ്ചാബിലെ ഒരു സിംഗ് ആണ് തോന്നുന്നുണ്ട്. അല്ല, പാലക്കാടുള്ള ഒരു പയ്യനാണോ? അല്ല. എത്ര ആയിരിക്കും ഒരു ലോകത്തിൽ ഏറ്റവും വലിയ ശമ്പളം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സങ്കല്പത്തിൽ? എത്ര ഉണ്ടാവും ഒരാളുടെ ശമ്പളം മാക്സിമം? 500 കോടി. 500 കോടി. വേറെ എത്ര ഉണ്ടാവാം? 500 കോടി ഒരാൾക്ക് ശമ്പളം ഉണ്ടാവോ? 3 കോടി. 3 കോടി. വേറെ വരട്ടെ, ചാറ്റ് ബോക്സിൽ വരട്ടെ. അറിയില്ല എന്ന് പറയുന്നത് ശരിയാണ്. നിങ്ങൾക്ക് ഒരാൾക്ക് ശമ്പളം കൊടുക്കുമ്പോൾ എത്ര കൊടുക്കാൻ അയാൾക്ക് കിട്ടാം? ഒരാൾക്ക് ശമ്പളമായിട്ട് എത്ര കിട്ടാം? എത്ര കിട്ടാം ഒരാൾക്ക് ശമ്പളമായിട്ട്? നിങ്ങൾ സങ്കല്പത്തിനാണ്. ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്തേ. 5 കോടി. സനീഷ് പറഞ്ഞ 5 കോടിയാണ്. വേറെ ഈ കോടികളൊക്കെ വാങ്ങണമെങ്കിൽ നമുക്ക് വേണ്ടത് ഐക്യുനേക്കാളും കൂടുതൽ ഈക്യു ആണ്. അതുകൊണ്ടാ പറയുന്നത്. വേറെ വേറെ എനിവേ സുന്ദർ പിച്ചയുടെ സാലറി തന്നെ ഏകദേശം 1400 കോടിയാണ്. നേരത്തെ നൗഫൽ പറഞ്ഞു. ഓക്കെ, അതേപോലെ മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകനുണ്ട്. മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകനാണ് സത്യാനദന്റെ. സത്യാനദനാണ് ഏറ്റവും കൂടുതൽ സാലറി മേടിക്കുന്ന വ്യക്തിയായ അദ്ദേഹത്തിന് ഏകദേശം 2000 കോടിയാണ് വാർഷിക ശമ്പളം. 2000 കോടി. ഓക്കെ, അപ്പം 2000 കോടിയൊക്കെ ശമ്പളം മേടിക്കുന്ന ആൾക്കാരുണ്ടെന്ന് കേട്ടാൽ ഒരു ചെറിയൊരു പയ്യൻ, ഒരു ഇന്ത്യക്കാരുടെ പയ്യൻ ഇപ്പം ഇതില് മെറ്റൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 800 കോടിയാണ് സാലറി. അപ്പൊ പഠിച്ചു കഴിഞ്ഞാല് വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നത് എന്താണ്? തെറ്റായിട്ട് സാധനം. നല്ല രീതിയിൽ പഠിക്കേണ്ട കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും അതിനെന്തുണ്ട്? ഒരു സ്കോപ്പാണ്. പക്ഷെ ആ പഠിച്ച് അവരുടെ നേടിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രമല്ല അവരൊന്നും രക്ഷപ്പെട്ടത്. അവർ രക്ഷപ്പെട്ടതിന് പിന്നിലുള്ള ശാസ്ത്രം എന്ന് പറയുന്നത് ഈക്വൽ ആണ്, ഇമോഷണൽ ക്വോഷ്യന്റ്. നമ്മുടെ സാഹചര്യങ്ങളിൽ നമ്മൾക്കൊരു മനുഷ്യന് പെരുമാറണം എന്നുള്ള കഴിവിനെയാണ് ഈക്വൽ എന്ന് പറയാം. ഓക്കെ, സാഹചര്യങ്ങൾക്ക് നമുക്ക് പെരുമാറാനുള്ള കഴിവ്. നമ്മുടെ സാഹചര്യം എന്താണോ ആ സാഹചര്യത്തിന് നമ്മളുടെ ഇമോഷൻസ് വേറെ പ്രിയർ. ഓക്കെ, ആരുടെ സാലറി. ഓക്കെ, നമ്മുടെ സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ, ഇപ്പൊ എനിക്ക് ദേഷ്യമുണ്ട്, ആ ദേഷ്യം ഉണ്ട് എന്ന് എനിക്ക് എന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന കഴിവാണ് ഇമോഷണൽ ക്വസ്റ്റ്യൻ. എനിക്കിപ്പോ ദേഷ്യമുണ്ട്, ഞാനിപ്പോ ദേഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യണം, എന്റെ ദേഷ്യം
ഞാൻ എങ്ങനെ മറ്റൊരാൾ പ്രകടിപ്പിക്കണം, ദേഷ്യം ഉണ്ടായി കഴിഞ്ഞാൽ നല്ല സൗണ്ട് കൂട്ടുക, ബാക്കിയുള്ള ആൾക്കാരെ മുമ്പിൽ ഷൗട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഐക്യു ബുദ്ധി ഉണ്ടാവാൻ നിങ്ങൾക്ക് EQ ഇല്ല. എന്തൊക്കെയാണ് EQ? 5 ടൈപ്പ് ഓഫ് EQ ഉണ്ട്. 5 ടൈപ്പ് ഓഫ് EQ ആണുള്ളത്. ഓക്കെ, ആ 5 ടൈപ്പ് ഓഫ് EQ എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സെൽഫ് അവയർനെസ് ആണ്. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ ഇമോഷണൽ ക്വസ്റ്റ്യൻ സെൽഫ് അവയർനെസ്. എന്താണ് സെൽഫ് അവയർനെസ്? റെക്കഗ്നൈസ് യുവർ ഓൺ ഇമോഷൻ. നിങ്ങളുടെ തന്നെ ഇമോഷൻസിനെ തിരിച്ചറിയാനുള്ള നിങ്ങളുടെ കഴിവ്, വേറെ ആക്കല്ല, നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുക. ഓക്കെ, നോയിങ് യു ആർ സ്ട്രെസ്ഡ് ബിഫോർ ഇറ്റ്സ് എഫക്ട് യുവർ ടോൺ വിത്ത് കൊളീഗ്സ്. അല്ലെ, ഞാൻ സ്ട്രെസ്സിനാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഞാൻ സ്ട്രെസ്സിനാണ്. അപ്പം എനിക്ക് മനസ്സിലാവും ഞാൻ സ്ട്രെസ്സാണ്. ഞാനിപ്പം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിൽ നിൽക്കുമ്പോൾ ചിലപ്പം എൻ്റെ ടീം മെമ്പേഴ്സൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ എനിക്ക് നല്ല സ്ട്രെസ് ഫീൽ ചെയ്യും. അപ്പോൾ അല്ലെങ്കിൽ എനിക്ക് അവരോട് ദേഷ്യപ്പെടണം, എനിക്ക് മനസ്സിലാവണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യൂല, എൻ്റെ ടീം മെമ്പേഴ്സിനോട് അധികം സംസാരിക്കാൻ പോകില്ല. ഓക്കെ, അപ്പൊ ഇന്നലെ എനിക്ക് നല്ല ഓഫീസിൽ നല്ല സ്ട്രെസ് ഉണ്ട്. അപ്പൊ ഞാൻ മാക്സിമം എൻ്റെ ടീം മെമ്പേഴ്സിനോട് സംസാരം കുറച്ചു. ഒരു സമയത്ത് എൻ്റെ ടീം മെമ്പേഴ്സ് എന്നിട്ട് എന്നോട് സംശയം ചോദിച്ചപ്പോൾ എനിക്കത് പറഞ്ഞു കൊടുക്കാനുള്ള മൂഡല്ല ഉള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ മുഖീതനോടോ അല്ലെങ്കിൽ പിന്നെ ഗോപികനോടോ ചോദിച്ചിട്ട് കാര്യങ്ങൾ പഠിക്കും. ചില സമയത്ത് ഞാനായിരിക്കും ഇവരെക്കാൾ നല്ല രീതിയിൽ പറഞ്ഞു. പക്ഷെ എനിക്കപ്പം പറഞ്ഞു കൊടുക്കാനുള്ള സംഭവം അല്ല. കാരണം എന്താ, എനിക്ക് എൻ്റെ സെൽഫ് അവയർനെസ് അറിയാം. ഐ ആം നോട്ട് ഓക്കെ റൈറ്റ് നൗ. നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവാണ് ഇമോഷണൽ ക്വോഷ്യന്റിലെ ഏറ്റവും പ്രത്യേകതയുള്ള, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കഴിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് അവയർനെസ്. നിങ്ങൾക്ക് സെൽഫ് അവയർനെസ് ഉണ്ടോ നിങ്ങളുടെ ഇമോഷനെ കുറിച്ചിട്ട്? അത് ലോ ഓഫ് അട്രാക്ഷനായിട്ട് ഹെവി കണക്റ്റഡ് ആണ്. ഓക്കെ, ലോ ഓഫ് അട്രാക്ഷൻ ആയിട്ട് ഹെവി കണക്റ്റഡ് ആണ്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ എന്താ പറയുന്നത്? നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ? തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല, തീവ്രമായിട്ട് നിങ്ങൾ എന്താണോ ഫീൽ ചെയ്യുന്നത് അതാണ് ലൈഫിൽ സംഭവിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ലൈഫിൽ ഈ ടെക്നിക്സുകളും ഈ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പഠിച്ചിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ലൈഫിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക എന്നതിന്റെ കാരണം എന്താ? നമ്മുടെ EQ കറക്റ്റ് അല്ല, ഇമോഷണൽ ക്വോഷ്യന്റ് കറക്റ്റ് അല്ല. ഓക്കെ, നിങ്ങൾ കുറെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ കുറെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാവും, നിങ്ങൾ അഫർമേഷൻ കൊടുക്കുന്നുണ്ടാവും, നിങ്ങൾ വിഷ്വലൈസേഷൻ കൊടുക്കുന്നുണ്ട്. സ്റ്റിൽ വൈ വി ആർ ഇൻ സ്റ്റക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ EQനെ നമുക്ക് ഇതാക്കാനുള്ള കഴിവ് നമുക്കില്ല. നമ്മളെന്താണ്, നമ്മൾ രാവിലെ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷൻസ് വേറെയാണ്, നമ്മുടെ ഇമോഷൻസ് വേറെ രീതിയിലേക്കാണ് പോകുന്നത്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നതല്ല, നിങ്ങൾ എന്താണോ ഫീൽ ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ വൈബ്രേഷൻ, അതാണ് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുക. നിങ്ങൾ രാവിലെ കുറെ, ഞാൻ പറഞ്ഞില്ലേ, കുറെ പൈസ ഉണ്ടാവുന്ന സമയത്തായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എങ്ങനെ ലോൺ തിരിച്ചടക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് എങ്ങനെ സ്റ്റാഫിന് സാലറി കൊടുക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് എങ്ങനെ സംഭവങ്ങൾ കൊടുക്കാം, ഇതിൽ സ്റ്റക്കായി കഴിഞ്ഞാൽ, ഞാൻ സ്റ്റക്കായി കഴിഞ്ഞാൽ അതാണ് എന്തിലേക്ക് അട്രാക്ട് ചെയ്യുക. നിങ്ങളുടെ സിറ്റുവേഷൻസ് വളരെ ബാഡ് ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ സിറ്റുവേഷൻസിനെ മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. എല്ലാം ഓക്കെ ആവും നല്ല പോസിറ്റിവിറ്റി. എന്റെ സിറ്റുവേഷൻസ് ബാഡ് ആകുമ്പോൾ എന്തുകൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത്? ഇറ്റ്സ് സംതിങ് ഫോർ ഗുഡ്. ഇത് എന്തുകൊണ്ടോ നല്ലതിനാണ് എനിക്ക് സംഭവിക്കുന്നത്, ഇതിന് എനിക്ക് എന്താണ് പഠിക്കാനുള്ളത്? ഈ സിറ്റുവേഷൻസിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ, ഈ സിറ്റുവേഷൻസിനെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലെവൽ ഒന്നും കൂടെ കൂടാൻ പോവുകയാണ്. EQനെ നിങ്ങൾ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിറ്റുവേഷൻസ് ഇറ്റ്സ് എ ഗെയിം. ഇതും കൂടെ കഴിഞ്ഞാൽ, ആ സ്റ്റെപ്പും കൂടെ ഞാൻ കഴിഞ്ഞാൽ എൻ്റെ കഴിവുകൾ, എൻ്റെ സ്കില്ലുകൾ ഞാൻ വർദ്ധിക്കാൻ പോകണം. ഇനി ആ സിറ്റുവേഷൻസ് ലൈഫിൽ വന്നാൽ നിങ്ങൾ തകരൂല അല്ലേ? 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാനുണ്ടാവുന്ന അത്ര സ്ട്രെസ് നമുക്ക് ഡിഗ്രിക്ക് പരീക്ഷ എഴുതാനുണ്ടാവില്ല. അപ്പൊ നമുക്ക് ആലോചിക്കുമ്പോൾ എന്തിനാ ഇപ്പൊ ഞാൻ അന്ന് ഈ സ്ട്രെസ് ഒക്കെ അടിച്ചിരുന്നത് അല്ലേ? ഫസ്റ്റ് നിങ്ങൾ ഒരു ക്ലാസ് എടുക്കാൻ പോയപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന സ്ട്രെസ് ഇപ്പൊ നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോഴല്ലേ എന്തിനാ അന്ന് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ ഇങ്ങനെയൊക്കെ ടെൻഷൻ അടിച്ചിട്ട് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ? കാരണം എന്താ? സെൽഫ് അവയർനെസ്. നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പഠിക്കുന്നവർക്ക് നിങ്ങൾ വളരുകയാണ്. നിങ്ങൾക്ക് ഫസ്റ്റ് വേണ്ടത് സെൽഫ് അവയർനെസ് ആണ്. ആദ്യം വേണ്ട ഇതെന്ന് പറയുന്നത് സെൽഫ് അവയർനെസ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ, ഇമോഷണൽ ക്വസ്റ്റ്യൻസിന്റെ ആദ്യം വേണ്ട ലോ ഓഫ് അട്രാക്ഷൻ ആയിട്ട് ഹെവി കണക്റ്റഡ് ആണ്. ഞാൻ വീണ്ടും ആ വാക്ക് പറയാണ്, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്നല്ല, നിങ്ങൾ എന്താണ് ലൈഫിൽ ആഗ്രഹിക്കുന്നതെന്നല്ല, നിങ്ങൾ എന്ത് ഇമോഷൻസിലൂടെയാണോ കടന്നു പോകുന്നത് അത് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ എന്നും ഒരു ഓഫീസർ ഉണ്ടായിരുന്ന ആളാണ്. ഓഫീസിലേക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ സ്റ്റാഫിനും പ്രശ്നം, ഓഫീസിലേക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ ഓണർക്കും പ്രശ്നം. ആ ഓഫീസ് എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? നല്ല റിസൾട്ട് ഉണ്ടാക്കോ ബാഡ് റിസൾട്ട് ഉണ്ടാക്കോ? എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? വീട്ടിലേക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ ഭർത്താവിന് ഭയങ്കര പ്രശ്നം, ഭാര്യക്ക് ഭർത്താവ് വരുന്നത് ആലോചിച്ചാലേ പ്രശ്നം. എന്താ സംഭവിക്കുക? നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും. ഏതാണ് വരിക?
നിങ്ങൾ ആലോചിച്ചാൽ മതി. അല്ലേ? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇമോഷൻ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യുന്നതിനുള്ള കഴിവ് എത്രയാണോ അതായിരിക്കും നിങ്ങൾക്ക് സക്സസ് ആവാനുള്ള സംഭവം. ഞാൻ വീണ്ടും പറയണം. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ല സംഭവിക്കുന്നത്, എന്താണ് ലൈഫിൽ നിങ്ങൾ ഫീല് ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വീട്ടിൽ തന്നെ എവിടെയെങ്കിലും നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റുമെങ്കിൽ എഴുതി വെക്കുക. എന്താ എഴുതി വെക്കുക? എൻ്റെ ലൈഫിൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ല സംഭവിക്കുന്നത്. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് എന്താണ്? നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് നിങ്ങൾ എന്താണോ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, വീണ്ടും വീണ്ടും ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറയണം. എന്തുകൊണ്ട് നമ്മൾ ആഗ്രഹങ്ങൾ നടക്കുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നോക്കിയാൽ മതി. എന്തുകൊണ്ട് ആഗ്രഹങ്ങൾ നടക്കുന്നില്ല വെച്ച് കഴിഞ്ഞാൽ, ആഗ്രഹങ്ങൾ നടക്കാത്തതിന്റെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതല്ല, നമ്മൾ ഫീൽ ചെയ്യുന്നതാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫീലിംഗിലേക്ക് എന്ത് ചെയ്യും, കൂടുതൽ ഫോക്കസ് എടുക്കുക. ഫീലിംഗിലേക്ക് കൂടുതൽ ഫോക്കസ് എടുക്കുമ്പോൾ എന്താണ് ഞാൻ ഫീൽ ചെയ്യുന്നത്, എന്താണ് എൻ്റെ മൂഡ്, നിങ്ങളുടെ മൂഡ് എന്താണ്? ആ മൂഡാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങളുടെ മൂഡ് എന്ന് പറയുന്നത് എന്താണോ ആ മൂഡായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ മൂഡിനനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, നിങ്ങളുടെ ലൈഫിലേക്ക് കാര്യങ്ങൾ വരിക. അപ്പൊ ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാൾ ലൈഫിൽ എപ്പോഴും സ്ട്രെസ്ഡ് ആയിരിക്കും. അയാളുടെ ലൈഫ് അയാൾക്ക് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. രണ്ടാമത്തെ അവയർനെസ് ആണ് സെൽഫ് റെഗുലേഷൻസ്. എന്തായിരിക്കും സെൽഫ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞാൽ? സെൽഫ് അവയർനെസ് ആണ് സെൽഫ് റെഗുലേഷൻസ്. എന്തായിരിക്കും? നിങ്ങൾ ആലോചിക്കുക, എന്തായിരിക്കും ഈ റെഗുലേറ്റർ? നിങ്ങൾ എവിടെ കേട്ടിരിക്കുന്നേ? സ്വയം നിയന്ത്രണം. രാവിലെ റെഗുലേറ്റർ നിങ്ങൾ എവിടെ കേട്ടിരിക്കുന്നേ? ഫാനിന്റെ കൂടെ ചൂട് കൂട്ടാൻ കുറക്കാൻ. ഫാന്റെ മോൾ അല്ലേ? ഫാന്റെ മോൾ എന്തുണ്ട്? ഗ്യാസ് സ്റ്റൗവിന്. ഗ്യാസ് സ്റ്റൗവിൽ ഫാൻമേലൊക്കെ റെഗുലേറ്റർ ഉണ്ട്. എന്തിനാണത്? നമുക്ക് ലിമിറ്റഡ് ആയിട്ട് കൺസ്യൂം ചെയ്യാൻ വേണ്ടി. നമുക്ക് കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ട് അല്ലേ? ഫാനിന്റെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്ന സംഭവമാണ് സെൽഫ് റെഗുലേഷൻസ്. ഓക്കെ, സെൽഫ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞത് നമുക്ക് നമ്മളുടെ ഫാനുമലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക, സെൽഫ് റെഗുലേഷൻസ് എന്ന് പറയാം. ഓക്കെ, എന്താണ് സെൽഫ് റെഗുലേഷൻസ്? സെൽഫ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജിങ് ഇൻസ്റ്റഡ് ഓഫ് റിയാക്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്കുള്ള കഴിവാണ്. എന്ത് കഴിവാണ്? നമ്മൾ ആ മൊമെന്റിൽ നമ്മൾ റിയാക്ട് ചെയ്യുന്നതിന് പകരം അതിനെ മാനേജ് ചെയ്യാനുള്ള കഴിവ്. നിങ്ങൾക്ക് ദേഷ്യമാണ്, നിങ്ങൾക്ക് സങ്കടമാണ്, നിങ്ങൾക്ക് സന്തോഷമാണ്, അതിനൊക്കെ റിയാക്ട് ചെയ്യാനുള്ള കഴിവ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയാം. ഓക്കെ, ഞാനിങ്ങനെ ഒരു ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യാറ്. അപ്പൊ ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ എൻ്റെ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് എത്തും. ഓക്കെ, ആ വാട്സപ്പ് മെസ്സേജിൽ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു വലിയൊരു സെയിൽസ് നടന്നതാണ്. ഓക്കെ, വലിയൊരു സെയിൽ നടന്നു. ഓക്കെ, ആ വലിയൊരു സെയിൽ നടന്നെന്ന് കേട്ട സമയത്ത് എനിക്ക് ഭയങ്കര ആഹ്ലാദം ഉണ്ടായി. അപ്പൊ ഞാൻ അങ്ങോട്ട് ആ ട്രെയിനിൽ ചാടി കളിച്ചിട്ട് എന്ത് ചെയ്യാണ്, ഭയങ്കര രീതിയിൽ അവിടെ ഭയങ്കര ബഹളം ഉണ്ടാക്കുകയാണ്. ഞാൻ അങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. എനിക്ക് ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ടോ? ഞാൻ മാനേജ് ചെയ്യോ? ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ള ആളാണോ ഇല്ലാത്ത ആളാണോ? ഇല്ലാത്ത ആളാണോ അല്ലേ? എന്റെ ആ സന്തോഷത്തിന് എനിക്ക് അവിടെ ഞാൻ ആ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. എന്റെ സന്തോഷത്തിന് എനിക്ക് ആ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുമ്പോഴാണ് ഞാൻ എന്തുള്ളത്, ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ട്. എന്നതുപോലെ തന്നെയാണ് നിങ്ങളുടെ ദേഷ്യവും, എന്നതുപോലെ തന്നെയാണ് നിങ്ങളുടെ സങ്കടവും. നിങ്ങൾ അങ്ങനെ ഭയങ്കര ആഹ്ലാദമുള്ള ഒരു കാര്യം ഇങ്ങനെ പബ്ലിക്കിന്റെ ഇടയിൽ നിങ്ങൾ ചാടിക്കളിച്ചിട്ട് ചെയ്യൂലെങ്കിൽ അല്ലേ, എന്നതുപോലെ സങ്കടം ഉണ്ടാകുമ്പോഴും നമുക്ക് അങ്ങനെ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഭയങ്കര സങ്കടം, നമ്മൾ ചിലപ്പോൾ ആളുകളുടെ നിന്ന് പൊട്ടിക്കറിയില്ല. പക്ഷെ നമ്മൾ ദേഷ്യം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് ആളുകളുടെ ഇടയിൽ നിന്ന് നമ്മൾ ദേഷ്യപ്പെടുന്നത്? ഞാനും ബഷീർ സാറും നമ്മളൊരു കച്ചറ ഉണ്ടായി, ഭയങ്കര ആൾക്കൂട്ടുണ്ട്. പക്ഷെ ദേഷ്യപ്പെടുമ്പോൾ ഈ രണ്ടാളുകൾ നമ്മൾ ദേഷ്യപ്പെടുന്നതാണ് അല്ലേ? അവിടെ പബ്ലിക്കിനൊക്കെ അവർ മറക്കും. ചിലപ്പോൾ ഭാര്യനെ എന്ത് ചെയ്യും, അങ്ങാടി വെച്ചിട്ട് ദേഷ്യപ്പെടുന്ന ആളുകൾ കാണാം. ഓക്കെ, അങ്ങാടി ആയിരിക്കും, കുറെ ആളുകൾ ഉണ്ടാവും. ചിലപ്പോൾ ടെക്സ്റ്റൈൽസിലൊക്കെ പോകുമ്പോൾ കാണാം ഭാര്യനോട് ഭയങ്കര രീതിയിൽ ഫയർ ചെയ്യും. അയാൾക്ക് എന്തില്ല, സെൽഫ് റെഗുലേഷൻസ് ഇല്ല. പോസിംഗ് ബിഫോർ റീപ്ലൈങ് ടു എനി ആംഗ്രി ക്ലയന്റ്. ഓക്കെ, നിങ്ങൾക്കൊരു ഇത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര ചിലപ്പോൾ നമ്മളെ കസ്റ്റമറൊക്കെ നമ്മളിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യും.
ഓക്കെ. ചില കസ്റ്റമേഴ്സ് നമ്മളിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യും. അപ്പോഴും നമുക്കത് മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി. അപ്പൊ നമ്മളിങ്ങനെ മനസ്സിലാക്കണം, ഓക്കെ, ഇതിനെ മാനേജ് ചെയ്ത് ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ, ഞാൻ എന്റെ ടീം മെമ്പേഴ്സിനോടൊക്കെ പറയുന്നുണ്ട്, ചില കസ്റ്റമേഴ്സ് വരുമ്പോൾ ടീം മെമ്പേഴ്സ് ഇങ്ങനെ പറയും, ഇത് എന്ത് കസ്റ്റമറാണ് ഇയാൾ എന്തൊരു വെറുപ്പിക്കലാണ്. ഞാൻ പറയും, അവരെ മാനേജ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു കസ്റ്റമർ നിങ്ങൾ മാനേജ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ, ഇനി ഇങ്ങനത്തെ ഒരു കസ്റ്റമർ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല. അവിടെ നമ്മൾ എന്ത് കൂടി? ഇമോഷണൽ ക്വസ്റ്റ്യന്റ് കൂടി. ഏറ്റവും നമ്മളെപ്പോഴും ഒരു സുബ്രത ബോഗിന്റെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് ഹൈ പെർഫോമൻസ് ഓണ്ടർപ്രണർ എന്നാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ ആ പുസ്തകത്തിൽ ഞാൻ പഠിച്ചിരിക്കുന്ന, ഞാൻ ആ പുസ്തകത്തിൽ വായിച്ചതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്ന ഒരു വാക്കുണ്ട്. അത് സുബ്രതോബോഗി പറയുന്നൊരു, അദ്ദേഹം പറയുന്നത്, സുബ്രതോബോഗി എന്ന് പറയുന്നത് നമ്മുടെ വിപ്രോന്റെ ചെയർമാൻ അസീം പ്രേംജിന്റെ കൊളീഗായിരുന്നു. അസീം പ്രേംജിന്റെ കൂടെ വർക്ക് ചെയ്തായിരുന്നു. അപ്പൊ അസീം പ്രേംജിന്റെ കൂടെ അദ്ദേഹം ഒരുപാട് കാലം വർക്ക് ചെയ്യാണ്. ഒരുപാട് കാലം വർക്ക് ചെയ്യുന്നതിന് ശേഷം അസീം പ്രേംജിനോട് പറയണേ, അസീംജി ഞാൻ ഈ കമ്പനി ലീവ് ചെയ്യാണ്. അപ്പൊ അസീം പ്രേംജി ചോദിക്കും ഫോർ വാട്ട്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ സ്വന്തമായിട്ട് കമ്പനി തുടങ്ങാണ്. ഓക്കെ. പിന്നെ അസീം പ്രേംജി, ഞാനും നിങ്ങളും തമ്മിൽ ഒരേ വൈബല്ല, ഞാൻ നിങ്ങളുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചിന്തയുള്ള ഒരാളാണ്. അപ്പൊ അസീം പ്രേംജി ഒറ്റടിക്ക് പറയാണ്, അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ ഇത്ര കാലം നിർത്തിയത്. എന്ത്? എന്റെ ഓപ്പോസിറ്റ് ചിന്തിക്കുന്ന ഒരാളായത് കൊണ്ടല്ലേ നിന്നെ ഇത്രയും കാലം നിർത്തി. അസീം പ്രേംജിനെ അറിയില്ലേ, കോടിക്കണക്കിന് രൂപ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദാനം ചെയ്യുന്ന ഒരാളാണ്. വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് അസീം പ്രേംജി എന്ന് പറഞ്ഞാൽ, ഒരു റോൾ മോഡൽ ആക്കാൻ പറ്റിയിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ എന്ത് ചെയ്തത്, എന്റെ കൂടെ നിർത്തിയത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, നമ്മളുടെ കൂടെയുള്ള ആളുകളെയല്ല, നമ്മുടെ പോലെ ഒരേപോലെ പെരുമാറുന്നവർ, നമ്മളെന്ന് ഡിഫറെന്റ് ആയിട്ട് പെരുമാറുന്ന ആളുകളെ മാനേജ് ചെയ്യാൻ പഠിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യാം, സക്സസ് ആവുക. ദാറ്റ്സ് ഇമോഷണൽ ഇന്റലിജൻസ്. അസീം പ്രേംജിക്ക് അവിടെയുള്ള സാധനം എന്താണ്? ദാറ്റ്സ് ഇമോഷണൽ ഇന്റലിജൻസ്. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു ക്ലയന്റ് വരികയാണെങ്കിൽ, നമുക്ക് അങ്ങനത്തെ ഒരു സുഹൃത്ത് ഉണ്ടെങ്കിൽ, ആ സുഹൃത്തിനെ മാനേജ് ചെയ്ത് പഠിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത നെഗറ്റീവായിട്ടുള്ള ആളുകൾ നമ്മൾ ഒഴിവാക്കണം പറയില്ല, ഒഴിവാക്കുക. പക്ഷെ എന്ത് ചെയ്യുക, മാനേജ് ചെയ്യാൻ പഠിക്കുക. എന്ന് പറഞ്ഞാൽ അവനോട് ദേഷ്യം ഇല്ലാതിരിക്കുക, അവനെ കാണുമ്പോൾ നമ്മൾ ഡൗൺ ആവാതിരിക്കുക. എനിക്കിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് ബഷീർ ഖാൻ ഇഷ്ടമില്ലാന്ന് കരുതുക, പക്ഷെ ബഷീർ ഖാനെ കാണുമ്പോൾ എന്റെ ഇമോഷണൽ ഇന്റലിജൻസ് കറക്റ്റ് ആയിരിക്കണം. ആ ബഷീർ ഖാൻ അങ്ങനെ എത്ര സമയം ബഷീർ ഖാൻ സംസാരിക്കണം മനസ്സിലാക്കി എനിക്ക് പോകാനുള്ള കഴിവ്. അല്ലെങ്കിൽ ഇയാളെ കാണുമ്പോൾ തന്നെ ബഷീർ ഖാൻ വരുന്നുണ്ട്, ഇയാള് ഭയങ്കര നെഗറ്റീവാണ്. ആരെ നെഗറ്റീവായി? ഞാൻ നെഗറ്റീവായി. ബഷീർ ഖാൻ നെഗറ്റീവാണ്, പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐ ക്യാൻ മാനേജ് ഇറ്റ്. ഓക്കെ. ബഷീർ ഖാൻ ആണോ, ബഷീർ ഖാൻ എന്തൊക്കെയാണ്, അസ്സലാമലൈക്കും, എന്തൊക്കെയാണ് വിശേഷം, കാര്യങ്ങളൊക്കെ ഉഷാറല്ലേ? അപ്പൊ ബഷീർ ഖാൻ നെഗറ്റീവ് അടിക്കാൻ പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? സ്കിപ്പ് അടിച്ചിട്ടുണ്ടാവും. ബഷീർ ഖാൻ ചെറിയൊരു മീറ്റിംഗ് ഉണ്ട് കേട്ടോ, ഒരു ഫോൺ ഉണ്ട്, ഇപ്പൊ വരാട്ടോ. അല്ലെങ്കിൽ ബഷീർ ഖാൻ ഞാൻ ഫോൺ ചെയ്യാൻ നിൽക്കായിരുന്നു. ഇറ്റ്സ് ഇമോഷണൽ ഇന്റലിജൻസ്. അയാളെ കാണുമ്പോൾ തന്നെ നെഗറ്റീവാണ് അറിയണത്, ഇമോഷണൽ ഇന്റലിജൻസ് ഇല്ലായ്മ. ക്ലിയർ ആണോ? നിങ്ങളുടെ സെൽഫ് റെഗുലേഷൻസ്, നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ സങ്കടത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ ദേഷ്യത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നേരത്തെ നിങ്ങൾ പറഞ്ഞ എല്ലാ വികാരത്തിനെയും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇറ്റ്സ് കോൾഡ് സെൽഫ് റെഗുലേഷൻസ്. മാനേജിങ് ഇമോഷൻ ഇൻസ്റ്റെഡ് ഓഫ് റിയാക്ടിങ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഇമോഷൻസിനെ മാനേജ് ചെയ്യുക, എന്ത് ചെയ്യുന്നതിന് പകരം റിയാക്ട് ചെയ്യുന്നതിന് പകരം. ക്ലിയർ ആണോ? ഇതാണ് രണ്ടാമത്തെ ഇമോഷൻ ഇന്റലിജൻസ്. നിങ്ങൾ വേണ്ട ആളുകൾ എന്ത് ചെയ്യുക? സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ, ഷെയറിംഗിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. മൂന്നാമത്തെ ഇമോഷൻസ് എന്ന് പറഞ്ഞത് കാണുന്നില്ലേ? ഷെയറിംഗ് കാണുന്നില്ലേ? കാണുന്നില്ലല്ലേ ഷെയറിംഗ്? ഇല്ലേ? മൂന്നാമത്തെ ഇമോഷൻസ് ആണ് മോട്ടിവേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ. മൂന്നാമത്തെ ഇമോഷൻസ് ആണ് മോട്ടിവേഷൻസ്. ഓക്കെ. എന്താ മോട്ടിവേഷൻ പറഞ്ഞു കഴിഞ്ഞാല്, ഇത് ഞാന് പല ക്ലാസ്സുകൾ എടുക്കാറുണ്ട്, എല്ലാ ക്ലാസ്സും ഇമ്പോർട്ടന്റ് തന്നെയാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും കൂടെ ഞാൻ അടിവരട്ട് പറയാണ്. ഇമോഷണൽ ഇന്റലിജൻസ്, ദ സ്മാർട്ടസ്റ്റ് സ്കിൽ ഫോർ സക്സസ്. നിങ്ങൾക്ക് സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സക്സസ് ആയ എല്ലാ ആളുകൾക്കുള്ളത് ഐക്യു അല്ല, പക്ഷെ സക്സസ് ആയ എല്ലാ ആളുകൾക്കും ഈക്യു ഉണ്ട്. ഈക്യു ഇല്ലാതെ ജീവിതത്തിൽ ആരും സക്സസ് ആയിട്ടില്ല. ദാറ്റ്സ് എ ഡിഫറൻസ്. ഓക്കെ. ഐക്യു കുറഞ്ഞവരും കൂടിയവരൊക്കെ സക്സസ് ആയിട്ടുണ്ട്. ഐക്യു വളരെ കുറഞ്ഞ ആളുകൾ സക്സസ് ആയിട്ടുണ്ട്. ഓക്കെ. പല മഹാന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കണം, അവരുടെ ഐക്യു ലെവൽ വളരെ ലോ ആണ്, ബട്ട് അവരുടെ ഇക്യു ലെവൽ എന്ന് പറഞ്ഞത് വളരെ ഹൈ ആയിരിക്കും. നല്ല ഐക്യുള്ള ഒരുപാട് ആളുകൾ ലൈഫിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താ? അവരുടെ ഇക്യു എന്ന് പറയുന്നത്, നിങ്ങളുടെ കൂടെ നിങ്ങൾ പിന്നെ ഈ പേപ്പറിൽ നോക്കുക, പത്രത്തിൽ നിങ്ങൾ നോക്കുക, 1ാം റാങ്ക് നേടി ഡോക്ടർ ആവാനും വേണ്ടിയിട്ട് ചിലപ്പോൾ ബാഡ് ഡോക്ടർ ആയിരിക്കും. 1ാം റാങ്കിന് വേണ്ടിയിട്ടായിരിക്കും ആ കുട്ടി എന്ത് ചെയ്തത്? നീറ്റ് എക്സാമിനേഷൻ പാസ് ആയിട്ടുള്ളത്. ആ കുട്ടിന്റെ ഡോക്ടർ സ്കില്ല് ചിലപ്പോൾ എന്തായിരിക്കും? വളരെ പൂർ ആയിരിക്കും. SSLC ഫുൾ A+ മേടിച്ചിട്ടേക്കാരും മേടിച്ചിട്ടുണ്ട്. ലൈഫിൽ ചിലപ്പോൾ എന്തായിരിക്കും? അവര് ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ആത്മഹത്യ നടക്കുന്ന ഒരു സ്ഥലം കോട്ടയാണ്. കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത് രാജസ്ഥാനിലെ കോട്ടയിൽ എന്താ നടക്കുന്നത്? കോട്ടയിലാണ് ഏറ്റവും കൂടുതൽ അണ്ടർസ് കോച്ചിങ് സെന്ററുകൾ. കുട്ടികൾക്ക് എന്തില്ല? ഐക്യു ഉണ്ട്. കുട്ടികൾ ഫുൾ A+ മേടിച്ച്. അപ്പൊ ഉമ്മി പറയാണ്, ഓള് ഫുൾ A+ മേടിച്ചില്ലേ, ഓൾ നമുക്ക് എന്ത് ചെയ്യാ? നേരെ കൊണ്ടുപോയിട്ട് എങ്ങോട്ട് ആക്കാം? ഡോക്ടർ ആക്കാം.
എഞ്ചിനീയർ ആക്കാം, ഓക്കെ, ജെയ് മെയിൻ എഴുതിക്കുക, ജെയ് അഡ്വാൻസ് എഴുതിക്കുക, നീറ്റ് എഴുതിക്കുക. 22 ലക്ഷം കുട്ടികൾ എക്സാം എഴുതുന്നത്, 22 ലക്ഷം കുട്ടികൾ. ആ കുട്ടി ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ആ കുട്ടി ചിലപ്പോൾ 1 ലക്ഷത്തിന്റെ താഴെ ആയിട്ടുണ്ടാവും. എന്നിട്ട് ആ കുട്ടിയോട് പറയും നീ എന്താ ചെയ്തിരിക്കുന്നത്? അപ്പൊ എന്റെ മുമ്പിൽ ഇങ്ങനെ വരും, എന്റെ മുമ്പിൽ ഒരു കുട്ടി വരികയാണ്. അപ്പം 3 പ്രാവശ്യം നീറ്റ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, സർ ഇനി എന്താ ചെയ്യാം? അപ്പൊ ഞാൻ ആ കുട്ടി വന്ന സമയത്ത് ആ കുട്ടിന്റെ അടുത്ത് മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എത്ര മോളെ റാങ്ക്? 88,000 റാങ്ക്. അപ്പൊ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു. ഓ വാവ്, 88,000 റാങ്ക് ഉണ്ടോ? അപ്പൊ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു മോള് ഉഷാറാണല്ലോ, 22 ലക്ഷത്തിൽ നിന്ന് 88,000 എത്തിയില്ലേ, വാവ്, മോള് സൂപ്പർ ആട്ടോ, 95%. ഓ ഇനി നിങ്ങളെ ബാക്കിലാണില്ലേ ബാക്കി 95% ആളുകളും, നിങ്ങൾ ആദ്യത്തെ 5% എത്തിയില്ലേ. ആ കുട്ടി പോകാൻ നേരത്തെ എന്നോട് പറഞ്ഞത് സർ ഞാൻ സാറിന്റെ മുമ്പിൽ നിന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തേനെ. ഞാൻ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തത് മോൾ ഉഷാറാണ്, ഈ 3 വർഷം പഠിച്ച കാര്യത്തിൽ നിന്ന് മോൾ വിഷമിക്കണ്ട, മോൾക്ക് ഒരുപാട് അറിവ് കിട്ടിയിട്ടുണ്ട്. മോൾ ഇനി ഒരു സ്കൂളിൽ പോയിരിക്കുമ്പോൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുമ്പോൾ മോൾക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. ക്ലിയർ ആണോ? നമ്മളെല്ലാ ആളുകളും ഈക്കുണ്ടെങ്കിൽ ഇവർക്കൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അവർക്ക് പഠിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. ആ പഠിക്കാനുള്ള കഴിവ് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ എഴുതാനുള്ള സമയത്ത് ഒരു പെൺകുട്ടി എക്സാമിനേഷൻ എഴുതാൻ പോകുമ്പോൾ ആ പെൺകുട്ടിക്ക് ചിലപ്പോൾ പീരീഡ്സ് ആയി കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പെർഫോം ചെയ്യാൻ സാധിക്കില്ല. ആ ബോഡി ചിലപ്പോൾ എന്ത് ചെയ്യില്ല, റിയാക്ട് ചെയ്യില്ല. പല കാരണം കൊണ്ട് എന്ത് ചെയ്യാം, അവിടെ ആ കുട്ടിയുടെ ആ എക്സാമിനേഷനെ മാനേജ് ചെയ്യാനുള്ള ഈക്വൽ ആണ് അവർ സക്സസ് ആക്കുക. എല്ലാവരും പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞു വന്ന അവർ പറയും എനിക്ക് എല്ലാ ആൻസറും അറിയായിരുന്നു, ആ സമയത്ത് മാനേജ് ചെയ്യാൻ പറ്റിയില്ല. എല്ലാ ആൻസറും അവർക്ക് അറിയായിരുന്നു, കൺഫ്യൂഷൻ ആയി അല്ലേ, കുറെ എഴുതാനില്ല, 4 കറക്റ്റ് ആൻസർ കൊടുത്തിട്ട് ചോദിക്കാണ് വിച്ച് വൺ ഈസ് റൈറ്റ്, കൺഫ്യൂസ്ഡ് ആവും. അവിടെ വേണ്ട എന്തല്ല, ഐക്യു അല്ല, അവിടെ ആ സിറ്റുവേഷൻസിനെ മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ടാക്കി കൊടുക്കണം. അങ്ങനെ എൻട്രൻസ് എക്സാമിനേഷൻ ഒക്കെ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ കുട്ടികളുടെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന സംഭവം ഇക്യു ആണ്. അവരുടെ ഇക്യു എന്ത് ചെയ്യണം, ചെറുപ്പം മുതലേ നമ്മൾ പ്രാക്ടീസ് കൊടുക്കണം. അപ്പൊ ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മോട്ടിവേഷൻ സ്റ്റേയിങ് ഡ്രിവൺ ബിയോണ്ട് റിവാർഡ്സ്. ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മോട്ടിവേറ്റ് ആക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടൊക്കെ നിങ്ങൾ തോൽക്കുന്നു, സ്റ്റിൽ ഓക്കെ, വീണ്ടും തോൽക്കുന്നു, സ്റ്റിൽ ഓക്കെ, സെൽഫ് മോട്ടിവേഷൻ. പക്ഷെ നമുക്ക് എക്സ്റ്റേണൽ എടുക്കാം, ഇങ്ങനത്തെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം, കമ്മ്യൂണിറ്റികൾ ഉണ്ടാക്കാം, നമുക്ക് ആളുകൾ വിളിക്കാം, നമുക്ക് പുസ്തകങ്ങൾ വായിക്കാം, നമ്മൾ വീഡിയോ ഒക്കെ ഷെയർ. നമുക്ക് എന്താണ്, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. അതാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇതെന്താണ്, ഇമോഷണൽ ക്വസ്റ്റ്യന്റ് ആണ്. ഓക്കെ, കുറേ സമയം വളർന്നിട്ടും തളരുമ്പോൾ നമുക്ക് വർക്ക് ചെയ്തിട്ട് ഒരു റിസൾട്ടും കിട്ടുന്നില്ല, സ്റ്റിൽ മുന്നോട്ട് പോകണം അല്ലേ? തോമസ് ആൽവാ എഡിസൺ എത്ര പരീക്ഷണങ്ങൾക്ക് ശേഷം ബൾബ് കണ്ടുപിടിച്ചേ? ഐക്യു അല്ല, ഇക്യു. എത്ര പരീക്ഷണങ്ങൾക്ക് ശേഷം ബൾബ് കണ്ടുപിടിച്ചേ? 10,000 പരീക്ഷണങ്ങൾക്ക് ശേഷം അല്ലെ? അതിൻ്റെ ഇടയിൽ 1000-ഓളം കണ്ടുപിടിച്ചു. 10,000 തവണ അയാൾ പരീക്ഷിക്കണമെങ്കിൽ 10,000 ദിവസം കഴിയണ്ടേ? 10,000 ദിവസം മതിയാവോ? 10,000 ദിവസം എന്ന് പറഞ്ഞാൽ എത്ര വർഷമായി? 10,000 ദിവസം തന്നെ കുട്ടികൾ എത്ര വർഷമായി? 30 വർഷത്തിന്റെ അടുത്ത് വരും സുമാറ്. 30 വർഷം സുമാറ് വരുന്നു. 30 വർഷം ബൾബ് 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 എന്ന് നിൽക്കാനുള്ളത് കഴിവിനെ ഐക്യു ആണോ ഇക്യു ആണോ? തിങ്ക് അബൌട്ട് ദാറ്റ്. തോമസ് ആൽവാ എഡിസന് കൂടുതൽ ഐക്യു ആണോ ഇക്യു ആണോ? ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ട് വേറെ ആളുകളൊക്കെ കളിയാക്കുമ്പോൾ അതിന്റെ പിന്നാലെ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഇക്യു. നിങ്ങളൊരു ബിസിനസ് തുടങ്ങി, നിങ്ങൾ ഉദ്ദേശിച്ച സമയത്ത് സക്സസ് ആയില്ല, അത് ഇട്ട് പോകാൻ ആർക്കും പറ്റും. അത് സക്സസ് ആവുന്നത് വരെ അതിന്റെ പിന്നാലെ പിന്നാലെ കൂടി 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 അതിനൊരു കുട്ടിയെ നോക്കുന്നത് പോലെ. ഉസ്മാൻ റളിയല്ലാഹു പറയണത് എന്താണ്? ഒരു രോഗിയെ ശുശ്രൂഷിക്കുന്നത് പോലെ ഞാൻ എന്റെ ബിസിനസ്സിനെ ശുശ്രൂഷിക്കും. ഒരു രോഗിനെ എന്താ ചെയ്യാ? കെയർ ചെയ്യും അല്ലേ? ഒരു രോഗിനെ ആ രോഗിയുടെ രോഗത്തിനനുസരിച്ച് കെയർ ചെയ്യും. രോഗം കുറയുമ്പോൾ കുറച്ച് കെയറിങ് കൊടുത്താൽ മതി, രോഗം കൂടുമ്പോൾ എന്ത് ചെയ്യണം? കൂടുതൽ കെയറിങ് കൊടുക്കണം. നിങ്ങൾ ബിസിനസ് ഡൗൺ ആവുന്ന സമയത്ത് കൂടുതൽ വർക്ക് ചെയ്യണം. ബിസിനസ് നല്ല രീതിയിൽ പോകുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും? കൂടുതൽ വർക്ക് ചെയ്യും. ബിസിനസ് ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ ഓരോ ഡൗൺ ആണ്. ഡോണ്ട് ഡു ദാറ്റ്. ബിസിനസ് ഡൗൺ ആകുമ്പോൾ എന്ത് മനസ്സിലാക്കണം? എന്റെ ബിസിനസ് ഡൗൺ ആണ്, ഒരാൾക്ക് അസുഖം കൂടുതലാണ്, നടക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ്, കൂടുതൽ കെയറിങ് കൊടുക്കണം. ഐസിയുലാണെങ്കിൽ എന്ത് ചെയ്യണം? ഐസിയുലാണ്, ആ കെയറിങ് കൊടുക്കണം. വേറെ ഒരു ബിസിനസ്സിൽ നോക്കുക. നിങ്ങൾ ബിസിനസ് ക്രിട്ടിക്കൽ സ്റ്റേജിലാണോ? കൂടുതൽ കെയർ കൊടുക്കുക. അവിടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ പറ്റണം അല്ലേ? ഒരു രോഗിക്ക് അസുഖത്തിൽ നിന്ന് പിന്നെ തിരിച്ചു വരാൻ പറ്റുന്ന അയാൾക്ക് എന്ത് വേണം? ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ പറ്റണം. എൻ്റെ ഒരു മൂത്താപ്പ ഉണ്ടായിരുന്നു. മൂത്താപ്പക്ക് ക്യാൻസർ വന്നു. ഓക്കെ, ക്യാൻസർ വന്നിട്ട് ഞാനായിരുന്നു മൂത്താപ്പാനെ കൊണ്ടുവന്നത്. മൂത്താപ്പ പെട്ടെന്ന് അങ്ങ് മരിച്ചു. ഓക്കെ, മൂത്താപ്പ ഇപ്പോഴും പറഞ്ഞൊരു വാക്കേണ്ടത് കേൾക്കും, കുഞ്ഞുട്ടിയെ അതടാ മൊയയാണ്, ക്യാൻസർ ആണ്. എൻ്റെ ഒരു ആഗ്രഹം എന്താ വെച്ച് കഴിഞ്ഞാല് ഇനി മുടിയൊക്കെ പോയി കീമോ ഒക്കെ ചെയ്ത് ഓക്കെ
ഇങ്ങനെ കിടക്കുന്നതിന് മുമ്പ് അങ്ങനെ മരിക്കണം. അപ്പം മുത്താപ്പാനെ മെഡിക്കൽ കോളേജിലാക്കിയപ്പോൾ ആരും കാണാനായിട്ടില്ല. അപ്പൊ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, സർ എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഒരാളും കാണാനൊക്കെ അയാളുടെ ഇമോഷണൽ ഇന്റലിജൻസ് കുറയില്ല. ഇങ്ങനെ ചോദിച്ചില്ലെങ്കിലും സർ അയാൾ കൂടുതൽ ഡെസ്പ് ആവില്ല. അങ്ങനെ ഞാൻ മുത്താപ്പാനെ ഇവിടുന്ന് മാറ്റിയിട്ട് RCCയിലേക്ക് ആക്കാൻ തീരുമാനിച്ചു. കാരണം RCCയിലാകുമ്പോൾ എന്താണ്, ആളുകൾക്ക് കാണാലോ, അറ്റ്ലീസ്റ്റ് കാണാലോ. അപ്പൊ RCCക്ക് പോകാൻ വേണ്ടി ഞാനിങ്ങനെ അതിന്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഐ ഗോട്ട് എ കോൾ, ഈ പാസ്ഡ്. ഓക്കെ, ഞാൻ കുറച്ച് സമയം സ്റ്റക്കായി. കാരണം ഞാൻ മുത്താപ്പായിട്ട് ഏറ്റവും കണക്റ്റഡ് ആയ ഒരു സമയത്തായിരുന്നു. ഫൈനലി ഞാനിങ്ങനെ റിലീഫ് ഹോസ്പിറ്റലിൽ മുത്താപ്പാനെ കൊണ്ടുപോയിട്ട് മുത്താപ്പ അവിടുന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന സമയത്ത് ഞാൻ പോയില്ല. മുത്താപ്പ വെച്ചാൽ എന്തോ പോരാന്ന് ചോദിച്ചു. ഓക്കെ, എനിക്ക് സങ്കടം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പോകാൻ പറ്റുന്നില്ല. പിന്നെ എനിക്ക് മുത്താപ്പാനെ കാണാൻ പറ്റിയില്ല. ഞാൻ മെഡിക്കൽ കോളേജിലെ വാർഡിലേക്ക് മാറ്റി, പിന്നെ ഞാൻ കണ്ടില്ല. ഞാൻ പറഞ്ഞ സംഭവം എന്താ വെച്ചാല്, എന്റെ മൂത്താപ്പ തീരുമാനിച്ചിരുന്നു എന്ത്, ഞാൻ മരിക്കുന്നുള്ള കാര്യം. ഓക്കെ, കാരണം എന്താ, ഞാൻ ആഗ്രഹം അതായിരുന്നു, കീമോ ഒന്നും ചെയ്യണ്ട. ഇതിനു മുമ്പ് വളരെ ആക്റ്റീവായിട്ട് ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഈ ബിമാജിക്കിൽ ഞാൻ കൊണ്ടിട്ട് കഴിഞ്ഞാല് നിങ്ങളെല്ലാവരും അയാളുടെ ഫാനായിരിക്കും. ഉറക്കെ സംസാരിക്കുക. ചിലപ്പോൾ സദസ്സിനെ പക്ഷെ എല്ലാവരോടും ഇഷ്ടമായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് ആ സാഹചര്യത്തിൽ നമുക്ക് റിക്കവർ ചെയ്യുമെന്നൊരു ബിലീഫ് ഉണ്ടായിരുന്നെങ്കിൽ, ഓക്കെ, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഞാനിപ്പോ എൻ്റെ ആരോടെങ്കിൽ പറയും, നിങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും. മെഡിക്കൽ കോളേജിൽ ചികിത്സ മോശമായിട്ടല്ല, അവിടുത്തെ സിസ്റ്റം മോശമാണ്. കാരണം എന്താ, ആ റൂമിൽ നിന്ന് ആകെ അവർ കാണുന്ന സൈലൻസ്. ഒരു മനുഷ്യൻ ഇങ്ങനെ സൈലന്റ് ആയിട്ട് ആരും മിണ്ടുന്നില്ല, എല്ലാവരും മാസ്ക് ധരിച്ച് അവിടെ നിൽക്കുന്ന ആൾ നിൽക്കണം. കുറെ ആളുകൾ മരിച്ചു പുറത്തേക്ക് പോകും. ഇത് മാത്രം കാണുന്നത്. അയാൾക്ക് എങ്ങനെ ഇമോഷണൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും? എങ്ങനെ ഇമോഷണൽ ക്വസ്റ്റ്യൻ ബഷീർ കാക്ക ചിലപ്പോൾ അറിയായിരിക്കും അല്ലെ? MVR പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒന്നുകൂടെ കിട്ടും. അവിടെ എന്താ, അവിടെ കിട്ടുന്നത് എന്താണ്, ഇമോഷണൽ ക്വസ്റ്റ്യൻ കൂട്ടി കൊടുക്കും. ഞാൻ എൻ്റെ ഒരു വേറെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൻ്റെ ഉമ്മക്ക് ഉണ്ടായപ്പോൾ പറഞ്ഞു, നീ ഒന്നും ചെയ്താലും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകല്ലേ. അതിനോട് പറയണം, അവൻ MVR ക്യാൻസർ, അവർ ഇമോഷണൽ ക്വസ്റ്റ്യനാ കൂട്ടി കൊടുക്കുന്നത്. അതൊന്നും സാരല്ലത്താ. ഇതൊക്കെ എന്താ, അവിടുത്തെ എത്ര ആൾക്കാർ ഇങ്ങനെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. ഞാൻ ഈ ഇതിന്റെ റെക്കോർഡ് കൊണ്ടേക്കാണ്ട് നിങ്ങളെ വിവാദമാക്കരുതല്ലോ, അതിനു വേണ്ടി പറഞ്ഞതല്ല. ഞാൻ ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞത് ഒരിക്കലും മെഡിക്കൽ കോളേജിന്റെ സിസ്റ്റർ, അത് അവിടുത്തെ സാഹചര്യം അതാണ്. ഓക്കെ, അവിടെ ഡോക്ടേഴ്സോ ബാക്കിയുള്ള ആൾക്കാർ ഇടപെട്ട ആ സാഹചര്യത്തിന് റെഡിയാക്കണം. ബഷീർ കാക്ക ചിലപ്പോൾ ആലോചിച്ച് അറിയായിരിക്കും. ഓക്കെ, ആ സംഭവം എന്ന് വെച്ചാൽ EQ എന്ന് പറയും. EQ ഒരു രോഗിക്കും വേണ്ടി എന്താണ്, EQ ആണ്. നമ്മുടെ ബിസിനസ്സിലാണെങ്കിൽ, നമ്മുടെ പേഴ്സണൽ ലൈഫ് ആണെങ്കിലും, ക്രിട്ടിക്കൽ സ്റ്റേജിലാണെങ്കിൽ നിങ്ങൾ കൂടുതൽ എഫേർട്ട് ഇടുക, കൂടുതൽ വർക്ക് ചെയ്യും. നിങ്ങളെ പേഴ്സണൽ ലൈഫ് ആയിക്കോട്ടെ, പ്രൊഫഷണൽ ലൈഫ് ആയിട്ടാണെങ്കിൽ എന്താണ്, കൂടുതൽ ചെയ്യുക, കൂടുതൽ മോട്ടിവേറ്റ് ആയിരിക്കുക, കൂടുതൽ ആളുകളോട് സംസാരിക്കുക. നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി, നോട്ട് സൊസൈറ്റീസ് റെസ്പോൺസിബിലിറ്റി, നോട്ട് അതേഴ്സ് റെസ്പോൺസിബിലിറ്റി. അതാണ് നിങ്ങൾ EQ എന്ന് പറഞ്ഞ കാര്യം. മോട്ടിവേഷൻ ഉണ്ടോ? നാലാമത്തെ കാര്യമാണ് നേരത്തെ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന എമ്പതി. ഓക്കെ, 4 things എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നാലാമത്തെ കാര്യമാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന എമ്പതി എന്ന് പറയുന്നതാണ് നാലാമത്തെ കാര്യം. ഓക്കെ, നിങ്ങൾക്ക് ഒരു കാര്യത്തിനോട് എമ്പതിനെ കുറിച്ചും സിമ്പതിനെ കുറിച്ചും നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണോ? എമ്പതി ആൻഡ് സിമ്പതി ഡിഫറൻസ് അറിയില്ലേ? അറിയോ? എമ്പതി സിമ്പതി അറിയോ? എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാം. അറിയാൻ പറയും, ഇല്ലെങ്കിൽ ഇല്ല. അറിയോല്ലേ? സിമ്പതി ഉള്ളവൻ പറയും പ്രാർത്ഥിക്കാൻ അറിയാം, എമ്പതി ഉള്ളവൻ പറയും അതെ, എന്റെ ടീച്ചർ പഠിപ്പിച്ച് ഞാൻ സൈക്കോളജി പഠിക്കുമ്പോൾ, കൗൺസിലിംഗ് പഠിക്കുമ്പോൾ എന്റെ ടീച്ചർ പഠിപ്പിച്ച സംഭവമാണ് എമ്പതി സിമ്പതി. നമ്മളൊരു എക്സാമ്പിൾ, ഒരു കണ്ണ് കാണാത്ത ആള് ഒരു റോഡ് സൈഡിൽ നിൽക്കുന്നത്. അപ്പൊ ഒരാൾ പറയാണ്, പാവം അയാൾക്ക് കണ്ണ് കാണാൻ കഴിയൂല അല്ലെ, ഇറ്റ്സ് കോൾഡ് സിമ്പതി. ഓക്കെ, വേറെ ഒരു കുട്ടി വന്നിട്ട് പറയാണ്, അയാളെ കൈ പിടിച്ചിട്ട് അയാളെ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിച്ചു, ഇറ്റ്സ് കോൾഡ് എമ്പതി. ഓക്കെ, മറ്റൊരാളുടെ സാഹചര്യത്തിന്, മറ്റൊരാളെ മനസ്സിലാക്കാനുള്ള നിങ്ങളുടെ കഴിവിനെ നമുക്ക് എന്ത് പറയാം? നിങ്ങളുടെ കഴിവിനെ നമുക്ക് എൺപതി എന്ന് പറയും. ഓക്കെ, ഒരാളുടെ സിറ്റുവേഷൻസിൽ നമ്മൾ സഹതാപം ഉണ്ടാക്കുന്നത് ഞാൻ ഏതൊരു പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. MTന്റെ പുസ്തകം കുറെ മുന്നേ വായിച്ചൊരു കോട്ടാണ്, ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. സഹതാപം എന്ന് പറയുന്നത് എന്ന് വെച്ചാല്, എനിക്ക് അത് സംഭവിച്ചില്ലല്ലോ എന്നുള്ളതിന്റെ സ്വകാര്യ സന്തോഷ പ്രകടനമാണ്. കുറെ മുമ്പ് വായിച്ച പുസ്തകം, ഞാനൊരു 11th or 12th പഠിക്കുമ്പോൾ വായിച്ച പുസ്തകം. സഹതാപം എന്ന് പറയുന്നത് ഒരു നോവലിൽ പറഞ്ഞതാണ്. അത് ഏതൊരു സിനിമക്കായിട്ടുണ്ട്, ഓർമ്മയില്ല എനിക്ക് അതേതാണ് സിനിമ. ആ സഹതാപം എന്ന് പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ, എനിക്കത് വന്നില്ലല്ലോ എന്നുള്ളതിന്റെ സ്വകാര്യ സന്തോഷ പ്രകടനമാണ്. ഇറ്റ്സ് കോൾഡ് സിമ്പതി. നമുക്ക് വേണ്ട സിമ്പതി അല്ല, എമ്പതി, അണ്ടർസ്റ്റാൻഡ് അതേഴ്സ് ഫീലിംഗ്. ഓക്കെ, നമ്മുടെ ടീമിൽ ഒരാൾ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത്, നമ്മുടെ കൂടെയുള്ള ഒരാളെ കൊളീഗ്സ് സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കാനും അയാളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങളുടെ EQ ഒക്കെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും, കുറെ കാര്യങ്ങൾ ഉണ്ടാവാം അല്ലെ. എക്സ്പീരിയൻസ് കുറെ കാര്യങ്ങളൊന്നുമല്ല സക്സസ് ആക്കുക. ഇത് കണ്ടില്ലേ, ചില കമ്പനികൾ ഇന്റർവ്യൂ ചെയ്തിട്ട് ചില ആളുകളെ 10 കോടി രൂപക്കൊക്കെ എന്ത് ചെയ്യും, റിക്രൂട്ട് ചെയ്യും. എത്ര പ്രായം ഉണ്ടാവുക?
ഞാനിപ്പോ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തു. ആ കോഴ്സ് എടുക്കുന്ന ആൾക്ക് 21 വയസ്സാണ് പ്രായം. AI കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. എന്നിട്ട് അയാൾ അങ്ങനെ പറയുന്നത് ഐ ആം ജസ്റ്റ് 21 ഇയർ ഓൾഡ്. ഓക്കെ, ഐ ആം ജസ്റ്റ് 21 ഇയർ ഓൾഡ്. ഞാനൊരു മാസത്തിൽ ഏകദേശം 20 crore ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ കരുതി ഇവൻ എങ്ങനെ ഉണ്ടാക്കുക, ഈ 20 crore ഒക്കെ ബടായി പറയായിരിക്കുന്ന കരുതി. ഓക്കെ, കുറച്ചിങ്ങനെ കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഇവന്റെ കോഴ്സ് ഒക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ഇവന്റെ കോഴ്സിന്റെ ഫീസ് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ കേൾക്കുന്നുണ്ട് ഒരു 2.5 ലക്ഷം രൂപ ഇവന്റെ കോഴ്സിന് ഫീസ് വരും. 2.5 lakh ഇവന്റെ കോഴ്സിന് ഫീസ് വരും. 2.5 ലക്ഷം രൂപക്ക് ഞാൻ പരിഹാരം കണ്ടു. ഓക്കെ, ഇവന്റെ കോഴ്സ് എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്തേക്കാം. ഇയാളെ കോഴ്സ് പർച്ചേസ് ചെയ്തേക്കാം. ഇയാളെ കോഴ്സ് പർച്ചേസ് ചെയ്തിട്ട് ഇയാളൊരു മെന്റർ ആക്കിയേക്കാം. ഞാൻ അങ്ങനെ ചിന്തിക്കുക. അങ്ങനെ അവൻ അങ്ങനെ ചെയ്തു. 3ാമത്തെ ദിവസത്തെ ക്ലാസ് കഴിഞ്ഞു. കോഴ്സിന്റെ പൈസ പറഞ്ഞു. എത്ര അറിയോ? 10 ലക്ഷം രൂപ ഫോർ 3 month ക്ലോസ്. 21 ആൾക്കാരെ ക്ലോസ് ചെയ്തു. 10 ലക്ഷം പിന്നെ 2 കോടി ആയില്ലേ. അങ്ങനെ അവൻ കുറച്ച് കോഴ്സ് ഇട്ടിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ടാവും, മനസ്സിലായി. ഞാൻ പറഞ്ഞതാണ് 21 ഇയറേ ഉള്ളൂ, പക്ഷെ അവന്റെ ഐക്യു ഇല്ല, അവന്റെ പ്രസന്റേഷൻ, അയാൾ പ്രസന്റ് ചെയ്യുന്ന രീതി. ഐ ആം ഓൾസോ ഫാൻ ഓഫ് ഹിം. ഞാനൊരു ഫാനായി മാറി. ഓക്കെ, എങ്ങനെ ഒരു പ്രീമിയം സാധനം സെല് ചെയ്യണം എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. എങ്ങനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI ഏജന്റ് എന്നുള്ള പഠിപ്പിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? നമ്മളെ എക്സ്പീരിയൻസും നമ്മുടെ പ്രായമൊന്നുമല്ല, നമ്മുടെ ഈക്യു എങ്ങനെയാണ്. ഈ ഈക്യു കൂടിയ കുട്ടികളെ നമ്മൾ പറയാം നല്ല പക്വതയുള്ള കുട്ടി അല്ലേ, അയാൾക്ക് ഭയങ്കര പക്വതയാണ്, അയാൾക്ക് അത് മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഈക്യു കൂട്ടാൻ എന്ത് ചെയ്യുക, നോക്കി 80. 4ാമത്താണ് സോഷ്യൽ സ്കിൽ, ബിൽഡിംഗ് ഹെൽത്തി റിലേഷൻഷിപ്പ്. ഈ ബി മാജിക് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ബഷീർക്ക് മറ്റേ ഇതിൽ വർക്ക് ചെയ്യുന്നത്, ഇതൊക്കെ എന്താണ്, സോഷ്യൽ സ്കില്ലാണ്. ഓക്കെ, അപ്പോൾ ആ സോഷ്യൽ സ്കിൽ എന്താണ്, ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള, ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ്. കോൺഫ്ലിക്റ്റുകളും, അതായത് ഒരു പിന്നെ കൺസ്ട്രക്റ്റീവ് ഇങ്ങനെ കമ്മ്യൂണിറ്റികൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾ തമ്മിൽ, ഇപ്പൊ നമ്മുടെ നാട്ടിലെ കണ്ടില്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ആചാരോ അല്ലെങ്കിൽ ഒരു ആമേറ്ററൊക്കെ ഉണ്ടാവും അല്ലെ, അവരുടെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവരത് മാനേജ് ചെയ്യും. കോടതിനേക്കാളും വലിയ കോടതി, പാണക്കാട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അവിടെ പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ അവർ സോൾവ് ചെയ്തു. രണ്ടാളുകൾ തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ, മഹല്ലിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സോൾവ് ചെയ്താൽ, അതാണ് സോഷ്യൽ സ്കിൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ 5 സ്കില്ലുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഈ 5 സ്കില്ലുകൾ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, സക്സസ് ആകാൻ പറ്റുക. ഈ 5 സ്കില്ലുകൾ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇതിനെ കുറിച്ചിട്ട് ഇനിയുണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നമുക്ക് സംസാരിക്കാം. ഓക്കെ, ഈ 5 സ്കില്ലുകൾ, ഒന്ന് സെൽഫ് അവയർനെസ്സും, ഒന്ന് സെൽഫ് റെഗുലേഷനും, അതേപോലെ തന്നെ മോട്ടിവേഷനും, എമ്പതി. ഓക്കെ, ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ മക്കൾക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുക, നേടിക്കൊടുക്കാൻ നോക്കുക. അവിടെ ലൈഫ് സക്സസ് ആകുമ്പോൾ അവിടെ നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ലോ ഓഫ് അട്രാക്ഷൻ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ, പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യം എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് അറിയാം. ഞാൻ ചാറ്റ് ബോക്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കമന്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആവശ്യമുള്ള ആളുകൾ സ്ക്രീൻഷോട്ട് എടുക്കുക, കോപ്പി പേസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണമെങ്കിൽ ഗ്രൂപ്പിൽ കൂടെ ഷെയർ ചെയ്തേക്കാം, പിന്നെ മറന്നു. ഓക്കെ, ജസ്റ്റ് ഷെയർ ചെയ്യാം. ലീഡേഴ്സിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ലീഡേഴ്സ് ഷെയർ ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു ഓൾ. ഓക്കെ, താങ്ക് യു സൈഫ് സർ, താങ്ക് യു സോ മച്ച്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. ടൈം ആയിട്ടുണ്ട്. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല, ഓക്കെ, ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. എന്നാ വൈൻഡപ്പ് ചെയ്യാലോ അല്ലേ സൈഫ് സർ? ഹലോ സാർ. യെസ്. ഹലോ, സാറിന്റെ ഈ പേഴ്സണലായിട്ട് നമ്പർ കിട്ടുമോ? ഇത് എൻ്റെ മകന് ഇത് വളരെ ഒരു ഉപകാരപ്പെട്ട ഒരു ക്ലാസ് ആയിരുന്നു. അപ്പൊ എനിക്ക് അവനോടൊന്ന് സംസാരിപ്പിക്കണമെന്നുണ്ടായിരുന്നു. അവന് ഞങ്ങളിപ്പോ ഈ പറഞ്ഞ പോലത്തെ അവനിപ്പോ ഒരു തുടക്കക്കാരനാണ്, ഒരു ബിസിനസ് തുടക്കക്കാരനാണ്. അപ്പൊ അവന് ഇതേപോലത്തെ കുറെ ഇമോഷനിൽ കൂടെ കടന്നു പോവുകയാണ്. അപ്പൊ അതിനൊക്കെ സാറിന്റെ ഒരു ഉപദേശം കിട്ടുകയാണെങ്കിൽ ഞാൻ പേഴ്സണലായിട്ട് ഒന്ന് വിളിച്ചോട്ടെ സാറേ? അങ്ങനെ ഞാൻ നമ്പർ ആദ്യം ഷെയർ ചെയ്യും, അല്ലെ ഗ്രൂപ്പിൽ ഉണ്ടാവും. നിങ്ങൾ മെസ്സേജ് ചെയ്യുക വാട്സപ്പിൽ. ഓക്കെ, ഞാനത് ഒരു സമയത്ത് ഏതെങ്കിലും സമയത്ത് സംസാരിക്കും. ഓക്കെ, ഓക്കെ. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവനൊരു വലിയ ബിസിനസ് ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പൊ ഇതേപോലത്തെ ഒരുപാട് ഇമോഷനിൽ കൂടെ കടന്നു പോവുകയാണ്. ഞാന് കുറെയൊക്കെ പറഞ്ഞു ശ്രമിക്കുന്നുണ്ട് അവനെ പറഞ്ഞു മാറ്റാനും. എന്നാലും സാറിന്റെ ഒക്കെ ഒരു ക്ലാസ് കേൾക്കുകയാണെങ്കിൽ അവനൊരു നല്ല മാറ്റം ഉണ്ടാവും എനിക്ക് തോന്നുന്നു. എന്താ സാർ? ബിമാജിക്കിൽ ജോയിൻ ചെയ്യാൻ പറയും. ഓക്കെ, അപ്പൊ അവർക്ക് ഒക്കെ ഈ കാര്യം, എന്റെ ക്ലാസ് മാത്രമല്ല വേറെ കുറെ ആളുകൾ ക്ലാസ്സുകൾ ഉണ്ടാവല്ലോ. ഓക്കെ, അവരെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും.
വളരെ ഉപകാരപ്പെട്ട ഒരു ക്ലാസ് ആയിരുന്നു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു ഷിജ മാം. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. അപ്പൊ ഷീജ ആ ഒരു ഇതാണ് ഞാനും പറയുന്നത്. കാരണം മോൾക്ക് 2 പ്രാവശ്യം നീറ്റ് എഴുതിയ സമയത്ത് മോള് ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവള് ഭയങ്കരമായിട്ട്, നമുക്കൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റുന്ന, ഞങ്ങളോട് പറയുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടായിരുന്നത്. എത്ര ആശ്വസിപ്പിച്ചാലും ഭയങ്കര അങ്ങനെയാണ്. കറക്റ്റ് ആയിട്ട് ഒരു ഡിസിഷൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ ഇതേപോലെ സൈഫ് സാറിനായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൈഫ് സാർ സംസാരിച്ചതിന് ശേഷമാണ് മോൾക്ക് ഒരുപാട് മാറ്റം വന്നത്. ഇപ്പോഴും അതെ, മോള് വന്നാലും അതെ, സംസാരിക്കുമ്പോ മാജിക്കിന്റെ ക്ലാസ് വന്ന സമയത്ത് കേൾക്കാറുണ്ട്. അപ്പോഴും ഇങ്ങനെ പറയും, സൈഫ് സാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയും. വളരെ താങ്ക് യു സാർ. ഷീജ മാം പറഞ്ഞപ്പോ ഞാൻ അത് കൊണ്ട് ആഡ് ചെയ്തു മാത്രമേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു പ്രീത മാം. ഓക്കെ, അപ്പം ഇനി വൈൻഡപ്പ് ചെയ്യാലോ അല്ലേ? റെഡി അല്ലേ എല്ലാവരും? യെസ്. ഓക്കെ ഓക്കെ, അപ്പം ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അയക്കുകയാണെങ്കിൽ അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തെന്ന് സേഫ് സാറിനും ഇതിൽ പങ്കെടുത്ത എല്ലാ ബി മാജിക് മെമ്പേഴ്സിനും താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ബൈ ഓൾ. Thank you, Safe Sir. Thank you, Safe Sir. Thank you all. Thank you, Safe Sir. Thank you all. Thank you, Safe Sir.